തൈക്കാട് അയ്യ. വെള്ളായ സമുദായത്തിലായിരുന്നു തൈക്കാട് അയ്യയുടെ ജനനം. പിതാവ് മുത്തുകുമാരൻ, മാതാവ് രുക്മിണിയമ്മാൾ. സുബ്ബരായൻ എന്നായിരുന്നു ആദ്യകാല പേര്. തമിഴ്നാട്ടിലെ നകുലപുരത്ത് 1814 സുബ്ബരായൻ ജനിച്ചത്. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് മലബാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയവരാണ് അദ്ദേഹത്തിന്റെ പൂർവികർ. സുബ്രഹ്മണ്യനായിരുന്നു അവരുടെ കുടുംബദേവത. കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു യോഗിയായിരുന്നു തൈക്കാട് അയ്യ. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ പന്തിഭോജനം ആരംഭിച്ചു. മഹാത്മാഗാന്ധി പന്തിഭോജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപാണിത്. ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താനാകുമെന്ന അദ്ദേഹത്തിന്റെ വാദഗതി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്താൻ ശ്രീ നാരായണ ഗുരുവിന് പ്രചോദനമായി. ശ്രീ നാരായണ ഗുരുവിന് മാത്രമല്ല, ചട്ടമ്പി സ്വാമികൾക്കും അയ്യങ്കാളിക്കും മാർഗദർശിയായിരുന്നു അയ്യൻ. இந்த ഉലകത്തില് ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന തൈക്കാട് അയ്യയുടെ വചനത്തിന്റെ മലയാള പരിഭാഷയായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം പ്രസിദ്ധമാക്കിയത് ശ്രീ നാരായണ ഗുരുവാണ്. 12-ാം വയസ്സിലാണ് സുബ്ബരായൻ ആത്മീയ മാർഗം സ്വീകരിച്ചത്. 16-ാം വയസ്സിൽ അദ്ദേഹം ഗുരുക്കന്മാർക്കൊപ്പം ബർമ്മ, സിംഗപ്പൂർ, പൈനാങ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ പോയി. ഈ കാലയളവിൽ അദ്ദേഹം യോഗവിദ്യയിൽ അതീവ നൈപുണ്യം കൈവരിച്ചു. 3 വർഷത്തിനു ശേഷം തിരികെ എത്തിയ അദ്ദേഹം യോഗ പരിശീലനം തുടർന്നു. ക്രമേണ അദ്ദേഹം അഷ്ടസിദ്ധി എന്ന വിദ്യയും സ്വായത്തമാക്കി. 27 വയസ്സുള്ളപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം സന്ദർശിച്ചു. അവിടെ നിന്ന് തിരുവിതാംകൂർ സന്ദർശനത്തിന് പോയി. തിരുവനന്തപുരത്ത് തൈക്കാട് എന്ന സ്ഥലത്ത് വെച്ച് ദേവി പൂർണ്ണ സ്വരൂപത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി. ശിഷ്ടകാലം അവിടെ കഴിയാൻ അദ്ദേഹം തീരുമാനിച്ചു. അയ്യയുടെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ചറിഞ്ഞു തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. നാറുവൂരിലെ സ്വാമിത്തോപ്പിലുള്ള ശ്രീ വൈകുണ്ഠപാദരെയും തൈക്കാട് അയ്യ സന്ദർശിച്ചു. തന്റെ പിതാവ് കാശിക്ക് പോയപ്പോൾ അയ്യയ്ക്ക് കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല വന്നു ചേർന്നു. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം സ്വദേശിയായ കലമ്മാളെ അദ്ദേഹം വിവാഹം കഴിച്ചു. അവർക്ക് 3 ആൺമക്കളും 2 പെൺമക്കളും ജനിച്ചു. കുടുംബജീവിതത്തിൽ കഴിയുമ്പോഴും അയ്യ ആത്മീയ പ്രവർത്തനങ്ങൾ തുടർന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ നാനാജാതി മതസ്ഥർ ഉണ്ടായിരുന്നു. ചെന്നൈയിലെ പട്ടാള ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ജോലി നിർവഹിച്ചിരുന്നു. ഇത് മിസ് സെക്രട്ടറി മക് ഗ്രിഗറുമായുള്ള പരിചയത്തിനിടയാക്കി. അദ്ദേഹം അയ്യയിൽ നിന്ന് തമിഴും യോഗയും പഠിച്ചു. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് മക് ഗ്രിഗർ തിരുവിതാംകൂറിലേക്കുള്ള റെസിഡന്റ് ആയി നിയമിതനായി. മക് ഗ്രിഗർ അയ്യയെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജരായി നിയമിച്ചു. 1873 മുതൽ 1909 സമാധിയാകും വരെ അയ്യ ഈ പദവിയിൽ തുടർന്നു. സഹപ്രവർത്തകർ അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം സുപ്രണ്ട് അയ്യ എന്ന് വിളിച്ചു. പേട്ടയിലെ ജ്ഞാനപ്രകാശിക സഭയിൽ അയ്യ യോഗ, വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സാമൂഹിക ആത്മീയ മേഖലകളിലെ പ്രമുഖർ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദധാരിയായ മനോന്മണീയം സുന്ദരൻപിള്ളയുടെ സഹായത്തോടെ തിരുവനന്തപുരത്ത് ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചു.